ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തെ ചലഞ്ച് ഡേ 1ഉം ഡേ 2ഉം ഈ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡേ 1 and 2 കഴിഞ്ഞിട്ട് വേണം ഇന്നത്തെ ദിവസത്തിലേക്ക് കടക്കാൻ. ഓക്കെ, അപ്പോൾ ഓൾറെഡി 2 ദിവസത്തെ വീഡിയോ കണ്ട് പരിചയിച്ചിട്ടുള്ളവർ ഏകദേശം 40 സെൻറ്റൻസ് ഈ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്കിൻ്റെ ആൻസർ ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ സെൻറ്റൻസസിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞത് നീ ഒറ്റയ്ക്കാണോ എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, നീ ഒറ്റയ്ക്കാണോ ഇങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക, ആർ യു അലോൺ. ഓക്കെ, ആർ യു അലോൺ. രണ്ടാമത്തത് അത് മതി. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡേയിൽ പഠിച്ച കാര്യങ്ങളാണ് രണ്ടാമത്തെ ദിവസത്തിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് മതി എന്നുള്ളത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ദാറ്റ്സ് ഇനഫ്. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം 90% ആളുകളും റൈറ്റ് ആയിട്ടുള്ള ഉത്തരം തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം നിങ്ങൾ പ്രീവിയസ് വീഡിയോ കണ്ടതിന് ശേഷമാണ് രണ്ടാമത്തെ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഒത്തിരി അത് സന്തോഷിപ്പിക്കുന്നുണ്ട്, ഒത്തിരി ഹാപ്പി ആക്കുന്നുണ്ട്. ഈ ലേണിംഗ് സ്പിരിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ 10 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ ഏകദേശം 200 സെൻറ്റൻസസ് പഠിച്ച് അത്യാവശ്യം ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മൾ കേപ്പബിൾ ആകണം. ഓക്കെ, ആ രീതിയിൽ വേണം നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ. ഒപ്പം കഴിഞ്ഞ 40 സെൻറ്റൻസസ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പല ആവർത്തി വായിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ വീഡിയോസ് പല ആവർത്തി കാണുന്നുണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ഒന്നാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഒന്നാമത്തെ സെൻറ്റൻസ് ഇതാണ്: എന്നെ ഒന്ന് തിരിച്ചു വിളിക്കൂ. ഓക്കെ, കോളിൻ്റെ കാര്യത്തിലാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. എന്നെ ഒന്ന് തിരിച്ച് ഫോൺ ചെയ്തോളൂ എന്നൊക്കെ പറയാം അല്ലേ? എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. കാരണം ഫോണില്ലാതെ നമുക്കൊരു ജീവിതമില്ല, കോളുകളില്ലാതെ നമുക്കൊരു ജീവിതമില്ല. പലപ്പോഴും നമ്മൾ പറയണം എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണം കേട്ടോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയും. എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? കോൾ മീ ബാക്ക്. എങ്ങനെ പറയാം? കോൾ മീ ബാക്ക്. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കും. നമ്മൾ ഒട്ടും അറിയാത്തവരെയും കൂടി മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസസ് കൂടെ ഇൻക്ലൂഡ് ചെയ്യണത്. ഇങ്ങനെ നമ്മൾ പറയാം കോൾ മീ ബാക്ക്. ഓക്കെ, പിന്നെ തിരിച്ചു വിളിക്കൂ എന്ന് ഒരിക്കലും മലയാളത്തിൽ പറഞ്ഞേക്കരുത്. ഈ ദിവസങ്ങളിൽ മുഴുവനും പർപ്പസ്ഫുൾ ഇതുപോലെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പറയണം. എങ്ങനെ? കോൾ മീ ബാക്ക്. ഇനി നമുക്കത് കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് പറയണമെങ്കിൽ കുറച്ചും കൂടി താഴ്മയോടുകൂടി, ഇതിപ്പോൾ ഒരു സുഹൃത്തിൻ്റെ അടുത്തായിരിക്കും നമ്മൾ പറയണത് കോൾ മീ ബാക്ക്. ഓക്കെ, എന്നൊന്ന് തിരിച്ചു വിളിക്കാം കേട്ടോ എന്നൊക്കെ നമ്മൾ പറയും. ഇനി നമുക്കിതൊരു റിക്വസ്റ്റ് ഫോർമാറ്റിൽ കുറേ കൂടി എളിമപ്പെട്ടിട്ടൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: പ്ലീസ് കോൾ മീ ബാക്ക്. ഒരു പ്ലീസ് കൂടെ ആഡ് ചെയ്താൽ അത് ഒത്തിരി ഭംഗിയായി, കുറേ കൂടി പൊളൈറ്റായി നമുക്ക് ഇങ്ങനെ ചോദിക്കാം. എങ്ങനെ? പ്ലീസ് കോൾ മീ ബാക്ക്. രണ്ടാമതാണ് എന്നെ ഒന്ന് സഹായിക്കൂ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ഹോംവർക്ക് ആയിരുന്നു. നമ്മൾ പറഞ്ഞത് ക്യാൻ യു ഹെൽപ്പ് മീ എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാവുന്ന മറ്റൊരു സെൻറ്റൻസ് ആണ് ഗിവ് മീ എ ഹാൻഡ്. ഓക്കെ, ഗിവ് മീ എ ഹാൻഡ്. ഓക്കെ, അപ്പോൾ കൈ കൊടുക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കണം. ഇൻസ്റ്റഡ് എന്താണ്? എന്നെ ഒന്ന് സഹായിക്കൂ, ഗിവ് മീ എ ഹാൻഡ്. ഓക്കെ, ഗിവ് മീ എ ഹാൻഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അമ്മമാർക്കൊക്കെ മക്കളോട് പറയും ഗിവ് മീ എ ഹാൻഡ്. കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അപ്പന്മാർ പറമ്പിലൊക്കെ ജോലി ചെയ്യുമ്പോൾ മക്കളോടൊക്കെ പറയാം എങ്ങനെ? ഗിവ് മീ എ ഹാൻഡ്. ഓക്കെ, അപ്പം എന്നെ ഒന്ന് സഹായിക്കൂ എന്നുള്ളതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് എന്ത്? ഗിവ് മീ എ ഹാൻഡ്. ഇനി നമുക്ക് മൂന്നാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. ഓക്കെ, എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല അല്ലേ? ദൃശ്യം സെക്കൻഡ് പാർട്ടിലൊക്കെ മുരളി ഗോപി ചോദിക്കുന്ന ഒരു സംഗതിയാണ്, എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല മിസ്റ്റർ എന്നൊക്കെ പറയുന്നത്. നമ്മളത് വലിയ ട്രോളൊക്കെ ആയിട്ട് ആഘോഷിച്ചിട്ടുള്ളതാണ്. എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? I don't understand you. എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. I don't understand you. Okay, I don't understand you. Okay, എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെങ്ങനെ പറയാം? I don't understand. Okay, I don't understand. എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയാം. I don't understand you. ഇല്ല, നമ്മൾ മനസ്സിലാകുന്നില്ല എന്ന് മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് പറയാം എങ്ങനെ? I don't understand. നാലാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. നാലാമത്തെ സെൻറ്റൻസ് ആണ് ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിന് മറ്റർത്ഥങ്ങൾ പലരും കണ്ടു പറയുമ്പോൾ നമ്മൾ പറയും ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയും അല്ലേ? നമ്മൾ പലപ്പോഴും ലൈഫിൽ പറയേണ്ടി വരുന്ന ഒരു സെൻറ്റൻസ് ആണ് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം I didn't mean it. Okay, I didn't mean it. Okay, ഞാനത് ഉദ്ദേശിച്ചില്ല. I didn't mean it. Okay, ഞാനത് ഉദ്ദേശിച്ചില്ല. എങ്ങനെ പറയാൻ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിയാൽ I didn't mean it. ഓക്കെ, അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും പറയണം എങ്ങനെ? I didn't mean it. ഓക്കെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറയണം. അഞ്ചാമത്തെ സെൻറ്റൻസ് ആണ്
നീ എന്താ പറഞ്ഞേ, നീ എന്താ പറഞ്ഞേ. ഓക്കെ, നമ്മൾ പറയണം ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറയുമ്പോൾ അവർ വേറെ എന്തെങ്കിലുമൊക്കെ പറയണം. അപ്പോൾ നമ്മൾ ചോദിക്കണം നീ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കും അല്ലേ, നീ എന്താ പറഞ്ഞേ. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ചോദിക്കും എങ്ങനെ, നീ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കും. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? വാട്ട് ഡിഡ് യു സേ, വാട്ട് ഡിഡ് യു സേ, നീ എന്താ പറഞ്ഞേ. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പ്രാക്ടീസ് ചെയ്തേ. വാട്ട് ഡിഡ് യു സേ, വാട്ട് ഡിഡ് യു സേ. ഓക്കെ, നീ എന്താ പറഞ്ഞേ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ഓക്കെ, രണ്ട് രീതിയിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ടോണിലാണ് അതിൻ്റെ ഡിഫറൻസ് ഇരിക്കുന്നത്. വാട്ട് ഡിഡ് യു സേ, ഓക്കെ, നീ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് വളരെ പൊളൈറ്റ് ആയിരിക്കും, വാട്ട് ഡിഡ് യു സേ, ഐ കുഡ്ന്റ് ഹിയർ, വാട്ട് ഡിഡ് യു സേ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഓൾറൈറ്റ്, ആറാമത്തെ സെന്റൻസ് ആണ് നിനക്കെന്താ വേണ്ടത്, നിനക്കെന്താ വേണ്ടത്. ഓക്കെ, നിനക്കെന്താ വേണ്ടേ എന്ന് ചോദിക്കും അല്ലേ. ഇത് രണ്ട് രീതിയിൽ ചോദിക്കാം നമുക്ക്. ദേഷ്യപ്പെട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, ഒരു ഷോപ്പ് കീപ്പറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾക്ക് എന്താ വേണ്ടേ. നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് അതിനെ പറയാം, വാട്ട് ഡു യു നീഡ്. ഓക്കെ, വാട്ട് ഡു യു നീഡ്. ഓക്കെ, വാട്ട് ഡു യു നീഡ് എന്നും ചോദിക്കാം, വാട്ട് ഡു യു വാണ്ട് എന്നും ചോദിക്കാം. ഓക്കെ, രണ്ട് രീതിയിൽ ചോദിക്കാം. അങ്ങനെ വാട്ട് ഡു യു നീഡ് ഓർ വാട്ട് യു വാണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് ചോദിക്കാം കേട്ടോ. അപ്പം നിങ്ങളൊരു ഷോപ്പ് കീപ്പറാണ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ അടുത്തൊരു സഹായം ചോദിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം വാട്ട് യു വാണ്ട്. ഓക്കെ, നിനക്ക് എന്താ വേണ്ടത്, വാട്ട് യു നീഡ്, നിനക്ക് എന്താ ആവശ്യം എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അടുത്ത സെൻറ്റൻസ് ആണ് ഇതൊത്തിരി സമയമെടുക്കുന്നു, ഇതൊത്തിരി സമയമെടുക്കുന്നു എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇതൊത്തിരി സമയമെടുക്കുന്നു എന്ന് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കാം, പല സമയങ്ങളിലും നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുമെന്നൊക്കെ വിചാരിച്ച് ചെന്ന് കഴിയുമ്പോൾ അത് ഒത്തിരി സമയം എടുത്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ളവരോടൊക്കെ പറയും ഇതൊത്തിരി സമയം എടുക്കുന്നുണ്ട്, ഇതൊത്തിരി സമയമെടുക്കുന്നുണ്ട് എന്ന് പറയും. എങ്ങനെ നമ്മളത് പറയാം? നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഇംഗ്ലീഷിൽ ഇത് ഇങ്ങനെ പറയണം, ഇറ്റ് റിയലി ടേക്സ് ടൈം. ഓക്കെ, ഇറ്റ് റിയലി ടേക്സ് ടൈം. ഓക്കെ, ഇതൊത്തിരി സമയം എടുക്കുന്നുണ്ട്, ഇറ്റ് റിയലി ടേക്സ് ടൈം. ഇറ്റ് റിയലി ടേക്സ് ടൈം. ഓക്കെ, ഇതൊത്തിരി സമയം എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എട്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോകണം. ഇന്നത്തേക്ക് ഇത് മതി, ഇന്നത്തേക്ക് ഇത് മതി. ഓക്കെ, ഇപ്പം നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ക്ലാസ് എടുത്തിട്ട് പറയും ഓക്കെ ഇന്നേക്ക് ഇത് മതി എന്ന് പറയും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പം നമ്മുടെ അമ്മ ചോദിക്കുകയാണ് എടാ അത് ജോലി തീർക്കണില്ലേ, ഓ ഇന്നേക്ക് ഇത് മതി എന്ന് പറയും. അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പറയും ഓ ഇന്നേക്ക് ഇത് മതി ഓക്കെ എന്നൊക്കെ പറയും. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദാറ്റ്സ് ഇനഫ് ഫോർ ദ ഡേ. ഓക്കെ, ദാറ്റ്സ് ഇനഫ് ഫോർ ദ ഡേ. ഓക്കെ, എങ്ങനെയാ പറയാ? ദാറ്റ്സ് ഇനഫ് ഫോർ ദ ഡേ. ഇന്നേക്ക് ഇത് മതി. ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും പറയാം കേട്ടോ. അമ്മയൊക്കെ ഒത്തിരി ജോലി ചെയ്യുന്ന കാണുമ്പോൾ, അച്ഛൻ ഒത്തിരി ജോലി ചെയ്യുന്ന കാണുമ്പോൾ, ഭാര്യ ഒത്തിരി ജോലി ചെയ്യണം കാണുമ്പോൾ നമുക്ക് പറയാം ദാറ്റ്സ് ഇനഫ് ഫോർ ദ ഡേ. ഇന്നേക്ക് ഇത്രയും മതി, നിങ്ങളൊന്ന് സ്വസ്ഥാവും. ദാറ്റ്സ് ഇനഫ് ഫോർ ദ ഡേ. ഓക്കെ, ഇങ്ങനെ പറയാം ദാറ്റ്സ് ഇനഫ് ഫോർ ദ ഡേ. അവൻ എന്തോ ചെയ്തു, അവൻ എന്തോ ചെയ്തു അല്ലേ. നമ്മുടെ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ ശരിയാകാതെയൊക്കെ വരുമ്പോൾ, ചില സമയങ്ങളിൽ ടി വി ഒക്കെ ഓൺ ആകാതെയൊക്കെ വരുമ്പോൾ നമ്മൾ പറയും അവൻ എന്തോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവൻ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കുസൃതി ഒപ്പിച്ച് വെച്ചതിനൊക്കെയാണ് നമ്മൾ മേജറായിട്ട് പറയും അവൻ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. നമുക്ക് ഇംഗ്ലീഷിൽ ഇത് ഇങ്ങനെ പറഞ്ഞേക്കണം, ഹി ഡിഡ് സംതിങ്. ഓക്കെ, ഹി ഡിഡ് സംതിങ്. അവൻ എന്തോ ചെയ്തു, ഹി ഡിഡ് സംതിങ്. ഓക്കെ, അവൻ എന്തോ ചെയ്തു എന്ന് ഇങ്ങനെ പറയാം, ഹി ഡിഡ് സംതിങ്. എനിക്കൊരു സൂചന തന്നുള്ളൂ കേട്ടോ. നമ്മുടെ 10ാമത്തെ സെൻറ്റൻസ് ആണ്. നമ്മൾ പറയുക ഇടയ്ക്കല്ലേ എനിക്കൊരു സൂചന തരണം കേട്ടോ, അവർ വരുമ്പോൾ എനിക്കൊരു സൂചന തരണേ, അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ എനിക്കൊരു സൂചന തരണേ, ആ ദിവസമാകുമ്പോൾ എനിക്കൊരു സൂചന തരണേ എന്ന് പറയും. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഗിവ് മീ എ ഹിൻറ്റ്. ഓക്കെ, ഗിവ് മീ എ ഹിൻറ്റ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പഠിച്ചു ഗിവ് മീ എ ഹാൻഡ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ പറയുക. എങ്ങനെ? ഗിവ് മീ എ ഹിൻറ്റ്. ഒരു സൂചന തരണോട്ടാ. ഓക്കെ, ഒന്ന് എന്നെ പെടുത്തരുത്, ഒരു സൂചന തരണോട്ടോ, ഗിവ് മീ ഹിൻറ്റ്. ഓക്കെ എന്നൊക്കെ നമ്മൾ പറയും. എങ്ങനെ? ഗിവ് മീ എ ഹിൻറ്റ്. ഓ എനിക്ക് വലിയ തിരക്കില്ല. നമ്മളങ്ങനെ സാധാരണ പറയൽ കുറവാണ്. എന്നാലും ചില സമയങ്ങളിൽ പറയും എനിക്ക് വലിയ തിരക്കില്ലെന്നേ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ധൃതി പിടിച്ച് നമ്മളെ വിടാൻ നോക്കുമ്പോൾ നമ്മൾ പറയും ഓ നിങ്ങൾ ധൃതിയൊന്നും വെക്കണ്ട, എനിക്ക് വലിയ തിരക്കൊന്നുമില്ല എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ എം നോട്ട് ഇൻ എ ഹറി. ഐ എം നോട്ട് ഇൻ എ ഹറി. ഓക്കെ, ഐ എം നോട്ട് ഇൻ എ ഹറി. എനിക്ക് വലിയ തിരക്കൊന്നുമില്ല, പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് പോയിട്ട് വലിയ തിരക്കൊന്നുമില്ല എന്ന് നമ്മൾ പറയണം. ഇങ്ങനെ ഐ എം നോട്ട് ഇൻ എ ഹറി. എനിക്ക് വലിയ തിരക്കൊന്നുമില്ലാത്ത ആളാണ്, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് തീർത്തിട്ട് ഇത് മേടിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ചില ഷോപ്പ് കീപ്പേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഇങ്ങനെ പറയാം ഐ എം നോട്ട് ഇൻ എ ഹറി. ഓക്കെ, ഐ എം നോട്ട് ഇൻ എ ഹറി. 12ാമത്തെ സെൻറ്റൻസ് ആണ് ഒരെണ്ണം തന്നെ, ഒരെണ്ണം തന്നെ എന്ന് പറയും അല്ലേ. ഒരെണ്ണം തന്നെ എന്ന് പറയും. നമ്മളിപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറയും എനിക്ക് ചോക്ലേറ്റ് ഒന്നും വേണ്ട, ഷുഗറാണ്, അല്ലെങ്കിൽ ഞാൻ ഡയറ്റിലാണ്, അപ്പോൾ എനിക്ക് ചോക്ലേറ്റ് ഒന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ കൂടിയിരിക്കുന്ന കൂട്ടുകാരൻ ചോക്ലേറ്റ് ഒക്കെ ആസ്വദിച്ച് വെച്ചിട്ട് എന്ത് മനോഹരമായ ചോക്ലേറ്റ് ആണെന്നൊക്കെ പറയും. ഒരെണ്ണം തന്നെ നോക്കട്ടെ, ഒരെണ്ണം തന്നെ എന്ന് പറയും. നാണം കെട്ടിട്ടാണെങ്കിൽ നമ്മൾ ചോദിക്കും ഓക്കെ ഒരെണ്ണം തന്നെ എന്നെങ്ങനെയാ പറയാം? ഗിവ് മീ വൺ, ഗിവ് മീ വൺ, ഗിവ് മീ
one. Okay, ഒരെണ്ണം അങ്ങ് തന്നെ. Give me one. Okay, give me one. Give വെച്ചിട്ട് നമ്മളിപ്പോൾ 3 സെന്റൻസ് പഠിച്ചു. Give me a hand, give me a hint, give me one. എനിക്ക് നിന്നെ മനസ്സിലാവും. 13ാമത്തെ സെന്റൻസ് ആണ്. എനിക്ക് നിന്നെ മനസ്സിലാവും. നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു സെന്റൻസ് ആണല്ലേ. ചിലപ്പോൾ നമ്മുടെ ലവറുടെ അടുത്തായിരിക്കാം, ഭാര്യ ഭർത്താക്കന്മാരുടെ അടുത്തായിരിക്കാം, അമ്മയുടെ അടുത്തായിരിക്കാം, കൂട്ടുകാരുടെ അടുത്തൊക്കെ ആയിരിക്കും. ചിലരുടെ അവസ്ഥ വിഷമമൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും എനിക്ക് നിന്നെ മനസ്സിലാവും. ഐ അണ്ടർസ്റ്റാൻഡ് യു. ഓക്കെ, എങ്ങനെ പറയാം? ഐ അണ്ടർസ്റ്റാൻഡ് യു. ഓക്കെ, എനിക്ക് നിന്നെ മനസ്സിലാവും. ഐ അണ്ടർസ്റ്റാൻഡ് യു. ഓക്കെ, ഞാനിതുപോലെ അവസ്ഥയിൽ കൂടെ പോയിട്ടുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് യു. എനിക്ക് നിന്നെ മനസ്സിലാകും. ഓക്കെ, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞോട്ടോ, അതിന് പവർ കുറച്ച് കൂടുതലാണ്. ഓക്കെ, എങ്ങനെ പറയണം? ഐ അണ്ടർസ്റ്റാൻഡ് യു. ഭയപ്പെടരുത്. ഓക്കെ, ഭയപ്പെടരുത് എന്ന് പറയും അല്ലേ. നമ്മൾ മക്കളുടെ അടുത്തൊക്കെയാണ് പലപ്പോഴും പറയുക ഭയപ്പെടരുത് എന്ന്. ഭയപ്പെടരുത് എന്ന് ഇംഗ്ലീഷിൽ പറയേണ്ടത് ഇത് എങ്ങനെയാണ്? ഡോണ്ട് പാനിക്. ഡോണ്ട് പാനിക്. ഓക്കെ, ഭയപ്പെടേണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഡോണ്ട് വറി എന്ന്. ഇത് നമ്മളൊരു കാര്യം കണ്ട് പേടിക്കേണ്ട എന്നൊക്കെ നമ്മൾ പറയണം. ഡോണ്ട് പാനിക്, ഡോണ്ട് പാനിക്. ഓക്കെ, പേടിക്കണ്ട എന്ന് പറയണം. എങ്ങനെ? ഡോണ്ട് പാനിക്. അവൾ പോയാ നമ്മൾ ചില സമയത്ത് ചോദിക്കും, അല്ലെങ്കിൽ അവൻ പോയാ എന്ന് ചോദിക്കും. ഓക്കെ, ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ചോദിക്കും അവൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അവൾ പോയോ എന്നിങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക. ഡിഡ് ഷീ ഗോ. ഓക്കെ, എങ്ങനെ ചോദിക്കുക? ഡിഡ് ഷീ ഗോ. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് ചോദിച്ചു നോക്കിയാൽ ഡിഡ് ഷീ ഗോ. ഓക്കെ, അവള് പോയോ? ഡിഡ് ഷീ ഗോ. ഇനി നമ്മൾ 16ാമത്തെ സെന്റൻസിലേക്ക് പോവാണ്. എനിക്ക് എങ്ങനെയാണ് ഇത് നേടിയെടുക്കാൻ പറ്റുക? ഓക്കെ, ഇപ്പം നമ്മൾ ഒത്തിരി മോട്ടിവേഷണൽ വീഡിയോസ് കാണും, അല്ലെങ്കിൽ ഒത്തിരി ഈ ഓഹരിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വെൽത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില സ്കില്ലുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും എനിക്ക് എങ്ങനെയാണ് അത് നേടിയെടുക്കാൻ പറ്റുക? ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കും സാർ എനിക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റുക എന്നൊക്കെ ചോദിക്കും. എനിക്ക് എങ്ങനെയാണ് നേടിയെടുക്കാൻ പറ്റുക എന്ന് ഇങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക. ഹൗ ക്യാൻ ഐ അച്ചീവ് ഇറ്റ്? ഓക്കെ, ഹൗ ക്യാൻ ഐ അച്ചീവ് ഇറ്റ്? ഓക്കെ, ഹൗ ക്യാൻ ഐ അച്ചീവ് ഇറ്റ്? എനിക്ക് എങ്ങനെയാണ് ഇത് നേടിയെടുക്കാൻ സാധിക്കുക? ഹൗ ക്യാൻ ഐ അച്ചീവ് ഇറ്റ്? ഓക്കെ, അപ്പം ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പഠിക്കുന്നവരും ഇങ്ങനെ തന്നെ ചോദിക്കണം. എങ്ങനെ? ഹൗ ക്യാൻ ഐ അച്ചീവ് ഇറ്റ്? ഓക്കെ, ഹൗ ക്യാൻ ഐ അച്ചീവ് ഇറ്റ്? അതിനൊരു ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇംഗ്ലീഷ് നേരെ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നിന്നോട് പറഞ്ഞതുപോലെ നീ ചെയ്യും. ഓക്കെ, നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത്, അല്ലെങ്കിൽ താഴെയുള്ള ജോലി ചെയ്യുന്ന ആളുകളുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ പറയും ദേ പറഞ്ഞതുപോലെ, നിന്നോട് പറഞ്ഞതുപോലെ നീ ചെയ്യുക. നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കേണ്ട, നിന്നോട് പറഞ്ഞതുപോലെ നീ ചെയ്യുക. എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഡു ആസ് യു ആർ ടോൾഡ്. ഡു ആസ് യു ആർ ടോൾഡ്. ഓക്കെ, നിന്നോട് പറഞ്ഞതുപോലെ നീ ചെയ്യ്. നീ വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിച്ചുകൊണ്ട് കിടക്കണ്ട. ഡു ആസ് യു ആർ ടോൾഡ്. ഇനി നമ്മൾ 18ാമത്തെ സെന്റൻസിലേക്ക് പോവാണ്. ആരായി വരുന്നേ? ഓക്കെ, ഹു ഇസ് കമ്മിങ്. ആരാ വരുന്നേ? ഹു ഈസ് കമ്മിങ്. ആരാ വരുന്നേ? ഇത് രണ്ട് രീതിയിലൊക്കെ. എൻ്റെ ഒപ്പം ആരാ വരുന്നത്? ഹു ഈസ് കമ്മിങ് വിത്ത് മീ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കണം ആരെങ്കിലും പറഞ്ഞാൽ ആരാ വരുന്നത്? ഹു ഈസ് കമ്മിങ് എന്ന് നമുക്ക് ചോദിക്കാം. ഹു ഈസ് കമ്മിങ്. 19ാമത്തെ സെന്റൻസ് ആണ്. ശ്രദ്ധിച്ചു നോക്ക്. ഓക്കെ, നമ്മുടെ വീട്ടിൽ പലപ്പോഴും പല സാധനങ്ങളും കാണാനുണ്ടാവില്ല, സ്പെഷ്യലി ഈ നെയിൽ കട്ടേഴ്സ് പോലെയുള്ള സാധനങ്ങൾ. ചിലപ്പോൾ രാവിലെ കുട്ടികളുടെ കുറേ ബുക്സ് കാര്യങ്ങളൊന്നും നമ്മൾ ആവശ്യ നേരത്ത് ഒരു സാധനം നോക്കിയാലും കാണില്ല. അപ്പം നമ്മുടെ വീട്ടിൽ പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു ഡയലോഗാണ് ശ്രദ്ധിച്ചു നോക്ക്. സാധനം ഇവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ പോകാനോ? ശ്രദ്ധിച്ചു നോക്ക്. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ലുക്ക് കെയർഫുള്ളി. ലുക്ക് കെയർഫുള്ളി. എങ്ങനെ പറയാം? ലുക്ക് കെയർഫുള്ളി. ലുക്ക് കെയർഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ അർത്ഥം തരും. ശ്രദ്ധിച്ച് നോക്ക്. ഓക്കെ, ലുക്ക് കെയർഫുള്ളി. ഇനി നമ്മൾ നമ്മുടെ അവസാനത്തെ 20ാമത്തെ സെന്റൻസിലേക്ക് പോവാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. പലപ്പോഴും പല ഡിസിഷൻസിനെ കുറിച്ച് പറയുമ്പോൾ, പല തീരുമാനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയും ഞാനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. സോ നമ്മൾ 20 സെൻറ്റൻസസ് ഇന്ന് പഠിച്ചു. വീണ്ടും ഞാൻ പറയുകയാണ്, ഈ സെൻറ്റൻസസ് നിങ്ങൾ എഴുതിയെടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ വീഡിയോ ഒരു പ്രാവശ്യം കാണണം. എന്നിട്ട് ആ സെൻറ്റൻസസ് മുഴുവൻ എഴുതിയെടുക്കാൻ പറയും. നമ്മൾ ഓരോ പ്രാവശ്യം എഴുതിയെടുക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് കുറച്ചും കൂടി ആഴത്തിൽ പതിയും. നമുക്ക് വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോസിബിളാണ്. ഓൾറൈറ്റ്, അപ്പോൾ എഴുതിയെടുക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഹോംവർക്കിലേക്ക് പോവാം. 1ാമത്തെ മലയാളം സെൻറ്റൻസ്. ഓക്കെ, നമ്മൾ ഡേ 2 പഠിച്ച 20 സെൻറ്റൻസിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്. നീ മണ്ടത്തരം പറയരുത്. ഓക്കെ, എന്താ പറയുക? നീ മണ്ടത്തരം പറയരുത്. ഓക്കെ, ഡേ 2 വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളപ്പോൾ ആ ഇംഗ്ലീഷ് സെൻറ്റൻസ് താഴെ കമൻറ്റ് ചെയ്യണം. ഇനി 2ാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. 2ാമത്തെ സെൻറ്റൻസ് ഇതാണ്. നീയാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ഓക്കെ,
നീ കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത്, നീയാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ഓക്കെ, അപ്പോൾ 2 സെൻറ്റൻസ് നമ്മൾ പഠിച്ചായിരുന്നു. ആ 2 സെൻറ്റൻസിൻ്റെ മലയാളമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു കാരണവശാലും മറക്കരുത്. ഓൾറൈറ്റ്, അപ്പോൾ ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.